തൽക്കാലം ആ തോക്ക് എവിടെയെങ്കിലും ഒളിപ്പിച്ചു വെക്കണം. ഒരു ദുർബല നിമിഷത്തിൽ അവൾക്ക് എന്തെങ്കിലും തോന്നിയ കൈമളിന്റെ കാര്യം ക്ലോസ് ആവും. അതോടെ നമ്മുടെ ലോണും ക്ലോസ് ആവും. എന്തായാലും അവളെ നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവന്ന ദൈവമാ. അവള് വസന്തിയല്ല, പിന്നെ മഹാലക്ഷ്മിയാ. നമ്മളെ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് നാണം കെടുത്തി RC ബുക്കും കൊണ്ടുപോയി ആ ചെറ്റ കൈമൾ തന്നെ RC ബുക്കും തന്നെ നമുക്ക് ലോണും പാസ്സാക്കി തരും. എങ്ങനെ? നമ്മൾ പറയുന്നത് കേട്ടില്ലെങ്കിൽ ഈ ജാരസന്തതി കഥ ലോകം മുഴുവനും പാട്ടാക്കുന്ന അയാളോട് പറയും. അതൊക്കെ മോശമല്ലേ? ഒരു മോശമില്ല. മകളെ അച്ഛൻ ഏറ്റെടുക്കുന്നത് വരെ നമ്മൾ ഈ കളി തുടരുന്നു. ആ കുട്ടി അറിഞ്ഞാലോ? ഒന്നും അറിയില്ല. അപ്പൊ ഒരു കളി കളിക്കാൻ. ഒരുമാതിരി മറ്റോടത്തെ പരിപാടി കാണിക്കരുത്. എന്നെ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? മൊബൈൽ റെസ്റ്റോറന്റ് കുക്ക് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ കൊടുത്തോളാന്ന് പറഞ്ഞ് എന്നെ ആ ഹോട്ടലിലാക്കിയിട്ട് ദിവസം 3 ആയി. ഒന്നങ്ങൾ തിരിഞ്ഞു നോക്കിയാ അവസാന ഹോട്ടലിലെ ബില്ല് പേ ചെയ്യാൻ 45 കിലോ മാവിന്റെ പൊറോട്ട ഒറ്റയടിക്ക് നിന്ന ഇരിപ്പിന് അടിച്ചു കൊടുത്തിട്ടാ ഞാൻ പോകുന്നത്. അങ്ങനെ ഒരു കല എന്റെ കയ്യിലില്ലായിരുന്നു. ഞാൻ എന്ത് ചെയ്യായിരുന്നു? ഇന്ന് തീരുമാനിച്ചോളാം ഞാൻ അവിടെ വേണോ വേണ്ടെന്ന്. ഞാൻ പൊറോട്ട അടിച്ചെടുത്ത ഹോട്ടലിൽ എന്റെ അടി കണ്ട് അവിടെ തുടരാൻ താല്പര്യമുണ്ടോന്ന് ചോദിച്ചിരിക്കുക. അയ്യോ കോശി, ഷെഡേന്നൊരു തീരുമാനം എടുക്കരുത്. ഒരു 2-3 ഡേയ്സ് അതിനുള്ളിൽ എല്ലാം ശരിയാവും. ഉറപ്പാണോ? ഒന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കൊടുക്കാം. അയ്യോ കോശി, ചടയെന്നൊരു തീരുമാനം എടുക്കരുത്. ഒരു 2-3 ഡേയ്സ് അതിനുള്ളിൽ എല്ലാം ശരിയാവും. അത് തന്നെയല്ലേ ഈ മോലാലും പറഞ്ഞത്. അതേ ഉള്ളു ഇപ്പൊ എന്റെ കയ്യില്. കോശി ധൈര്യമായിട്ടിരിക്കുക. ഞങ്ങൾക്കില്ലേ കോശിന് ഞങ്ങളുടെ കൂടെ കൊടുന്നു. ഇതിന്റെ ക്ഷീണം തീർക്കാൻ വേണ്ടിട്ട് കോശിക്ക് നല്ല അടിപൊളി ചെലവ്. ശരിയൊക്കെ ചെലവിട്ട് മതി. ചിരിപ്പിക്കല്ലേ, ഞാൻ ഇതിന്റെ അകത്ത് ആവശ്യമില്ലല്ലോ. മാഗ്നറ്റാ, ഇരിക്കട്ടെ. സുന്ദര, ഞാനൊരു കാര്യം ചോദിച്ചാ നീ സത്യസന്ധമായേ മറുപടി പറയാവൂ. ഉണ്ണികൃഷ്ണ, നിന്നോട് ഞാൻ എന്തെങ്കിലും നുണ പറഞ്ഞിട്ടുണ്ടാ ഉണ്ണികൃഷ്ണ? നീ അതൊക്കെ നിർത്തിയേ. എടാ, ഒരു ബാങ്ക് തൊഴിലാളിയുടെ മകളെ ഒരു ബസ് മുതലാളി കല്യാണം കഴിക്കുന്നതിനെ കുറിച്ച് എന്താണ് നിന്റെ അഭിപ്രായം? ബാങ്ക് തൊഴിലാളിയുടെ മകളെ മനസ്സിലായി, പക്ഷെ ബസ് മുതലാളി മനസ്സിലായില്ല? ഇല്ല. ഞാനൊരു ക്ലൂ തരാം. അമ്പാടിയിലുണ്ട്, കൈലാസത്തിലില്ല. അമ്പാടിയിലുണ്ട്, കൈലാസത്തിലില്ല. ബീഫ് ഫ്രൈ. ബീഫ് ഫ്രൈ അമ്പാടി ഹോട്ടലിലുണ്ട്, കൈലാസ് ഹോട്ടലിലില്ല. അത് വെയിറ്റ് ചെയ്യുന്നല്ലേ? അപ്പൊ അതൊന്നുമല്ല. ആലിലയിൽ കിടക്കും ചൊറിയമ്പുഴു. പാമ്പിന്റെ മുകളിൽ ഇങ്ങനെ നൃത്തമാടും. നീല നിറത്തിലുള്ള വേണ്ട വേണ്ട, എല്ലാം മാക്കി. വെണ്ണ കട്ടു തിന്നുന്നവൻ. പ്രസിഡന്റ്. ഞാൻ എവിടെ കിടക്കണ്ടേ? എന്റെ മടി കിടക്കണോ? അല്ല, എനിക്ക് ഉറങ്ങാനായിട്ട്. ഞാൻ താരായിട്ട് പാടിത്തരാം. വേണ്ട, എനിക്ക് പാട്ട് കേട്ട് ഉറക്കാൻ പറ്റില്ല. എവിടെ വണ്ടിയിൽ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്, എവിടെയെങ്കിലും പോയി കിടക്ക് പോ. ശരി മുതലാളി. സുന്ദരിയായ ഒരു പെൺകുട്ടി ബസ്സിനകത്ത് പുര നിറഞ്ഞെടുക്കുമ്പോ ഒരു അന്യപുരുഷനെ അവിടെ കിടത്താൻ ഞാൻ സമ്മതിക്കില്ല. ഓ, അത് ഞാൻ ഓർത്തില്ല. എങ്കിൽ ടെറസിൽ കിടന്നോ. ടെറസിലാ? വണ്ടിയുടെ മോൾ ഭാഗം ഇല്ലേ, അവിടെ കിടന്നോ. ശരി. എന്താണ്? എനിക്ക് തലവെക്കാൻ 2:30 ഒരു മാംഗ്ലൂർ മേലുണ്ട്, പോയി തലവെക്ക്. എടോ, ആ വണ്ടിയുടെ അകത്ത് പായുണ്ട്, തലോണിയുണ്ട്. എടുത്തിട്ട് പാണ്ടാറടങ്ങ എന്റെ മോൾ. ശരി മുതലാളി. ശരിക്കും മുതലാളി ഞാനാ. ശരി, ശരിക്കും മുതലാളി. ശരിക്കും മുതലാളി. നേരത്തെ പറഞ്ഞില്ലേ കല്യാണം കഴിക്കാൻ പോണ ആ ബസ് മുതലാളി? അതിന്റെ ക്ലൂ എനിക്ക് ഇതുവരെ കിട്ടിയില്ലല്ലോ. മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്. മനുഷ്യനെ മെനക്കെടുത്താൻ താമരാക്ഷപിള്ള ബസ്. എന്തൊരു ശബ്ദം കേട്ടത്? കോശിയുടെ ശബ്ദമല്ല കേട്ടത്. അപ്പൊ ടെറസിന്റെ മുകളിൽ നിന്നായിരിക്കും. കൊന്ത കോശി. അല്ല, എന്താ കോശി? ഞാനിവിടെ താഴെയുണ്ട്. എന്താ പറ്റി? മുള്ളാൻ മുട്ടിയപ്പോ വീട്ടിൽ ഓർമ്മ വെച്ച് മുറിന്ന് മുറ്റത്തേക്ക് ഇറങ്ങിയതാ. എന്തായാലും മുറ്റത്തെത്തിയല്ലോ, ഇനി മുള്ളല് കഴിയട്ടെ. അത് താഴേക്ക് ലാൻഡ് ചെയ്തപ്പോ തന്നെ പോയി. കോശി വീണതുകൊണ്ടൊരു ഗുണമുണ്ടായി. എന്താ? കൃത്യസമയത്ത് ഉണരാൻ പറ്റി. അലാറം വെക്കാണ്ട കിടന്നത്. അല്ല, കോശി ഇവിടെ സ്ഥിരമായിട്ട് ഉണ്ടാവെങ്കിലേ അലാറം വെക്കുന്ന ടൈപ്പീസ് നമുക്ക് അങ്ങോട്ട് വിൽക്കായിരുന്നു. സംസാരിച്ച സമയം കണ്ട് വേഗം റെഡിയാ നോക്ക്, നമുക്ക് പോണ്ടേ? എവിടെ പോകുന്നു? ഇന്നലെ പറഞ്ഞ ആ അടിപൊളി ചെലവിന്റെ കാര്യം മറന്ന. കോശിയുടെ വീഴ്ചയിൽ ഞാനത് അങ്ങോട്ട് മറന്നു. ഞാൻ വീഴ്ചയില ഓർത്തത്. കാശ്. ബാക്കി എല്ലാം സെറ്റപ്പ് ആക്കി വെക്കുക. അപ്പോഴും ഞങ്ങളോട് വരാം. വാ, പൊളിച്ച് നിൽക്കട്ടെ. നീ വണ്ടി സ്റ്റാർട്ടാക്കി റേഡിയേറ്ററിൽ വെള്ളം ചൂടാക്കി എനിക്ക് കുളിക്കണം. എന്റെ അമ്മേ. കോശി, ഇനിയെങ്കിലും സൂക്ഷിച്ചും കണ്ടൊക്കെ നടക്ക്. എന്നെ ഇമിറ്റേറ്റ് ചെയ്യണം. അമ്മ അത് ഈ ബക്കറ്റ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചാ സൂക്ഷിച്ചും കണ്ട് നടക്കണ്ടേ സുന്ദര. ഒരു ബാങ്ക് മാനേജറുടെ മുറിയിലേക്ക് വരുമ്പോ ചില മര്യാദകളൊക്കെ പാലിക്കേണ്ടതുണ്ട്. മര്യാദയ്ക്ക് തന്നെ ചില കാര്യങ്ങൾ പറയാനാണ് ഞങ്ങൾ വന്നത്. പണ്ട് അതായത് വർഷങ്ങൾക്ക് മുൻപ് ഒറ്റപ്പാലത്തുള്ളൊരു ചെറുപ്പക്കാരൻ
ബാങ്കിൽ ജോലി കിട്ടി ഒറീസയിലേക്ക് പോകുന്നു. ആ അവിടെ സുന്ദരനായ ഒരു ഫോറസ്റ്റ് മാൻ ഉണ്ടായിരുന്നു. അയാൾക്ക് സുന്ദരിയായ ഒരു മകളുണ്ടായിരുന്നു. പേര് വസുന്ധര. ആ കുട്ടിയുടെ അമ്മ മരിക്കുമ്പോ അവക്ക് വെറും 2 വയസ്സ്. ആ കുട്ടി വളർന്ന് സുന്ദരിയായ ഒരു വീട്ടമ്മയായപ്പോ 3 വർഷത്തേക്ക് പ്രീ ഡിഗ്രിക്ക് പഠിക്കാൻ പോയി. ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടി അവിടെ പ്രൊബേഷണർ ആയിട്ട് കേരളത്തിൽ നിന്നും വന്ന ഒരു മാന്യ പിശാച് എന്ന് പറയുന്നതാണ് ശരി. അതെ, ആ മാന്യ പിശാച് അവളെ വളച്ചെടുത്ത് ഗർഭിണിയാക്കി. നിങ്ങൾ എന്ത് പ്രാന്തായി പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മനസ്സിലായില്ല? മനസ്സിലാക്കി തരാം. വസുന്ധര എന്ന കുട്ടിയെ പഴപ്പിച്ച് ഗർഭിണിയാക്കി ആ മാന്യ പിശാച് മുങ്ങുന്നു. അവിടെ ഒരു ജാരസന്തതി പിറക്കുന്നു. പിശാച് ഇവിടെ വന്ന് ഒരു കല്യാണമൊക്കെ കഴിച്ച് ബാങ്കിൽ ജോലി നോക്കി സുഖമായിട്ട് ജീവിക്കുന്നു. ഇപ്പോഴും മനസ്സിലായില്ല? വേണമെങ്കിൽ ഒരു ക്ലൂ തരാം. തലയിൽ മുടിയില്ല. ഞങ്ങളുടെ മുന്നിൽ ഇരിപ്പുണ്ട്. നിങ്ങളുടെ സ്വന്തം രക്തത്തിൽ പിറന്ന പെൺകുട്ടി ഇപ്പൊ ഞങ്ങളുടെ കൂടെയുണ്ട്. ഇപ്പൊ ഞങ്ങളിത് മറ്റാരോടും പറഞ്ഞിട്ടില്ല. പറയേണ്ടി വന്നേക്കും. ഞങ്ങളുടെ RC ബുക്കും പേപ്പറും തന്നില്ലെങ്കിൽ ശ്രീധര കൈമളുടെ ജാരസന്ധതി കഥ ഞങ്ങളുടെ അങ്ങാടി പാട്ടാക്കും. ഇത് സത്യം. ശിവം സുന്ദര. പിന്നെ സാറിന് ഈ ഓഞ്ഞ മൊട്ടത്തല പുറത്ത് കാട്ടി ആകാശം നോക്കി നടക്കാൻ കഴിയില്ല. ബ്ലാക്ക് മെയിൽ ചെയ്യണോ? നോ, വൈറ്റ് മെയിൽ. ഞാൻ പുറത്തുണ്ടാവും ഉണ്ണി. നിനക്കൊന്നും ഇനി ഒരു അളവുമില്ല. 24 മണിക്കൂറിനകം ഞാൻ തന്ന കാശ് തിരിച്ചു തന്നില്ലെങ്കിൽ നിന്റെ ചക്കട വണ്ടി ഞാൻ ജപ്തി ചെയ്യും. Get out. Get out. ജനിച്ചിട്ട് ഇത്രയും വർഷമായിട്ട് മകളെ അംഗീകരിക്കാത്ത ഒരുത്തൻ ഇതല്ല ഇതിന്റെ അപ്പുറം ചെയ്യും. സാരമില്ല, നമുക്ക് വേറെ വഴി നോക്കാം. എന്തായാലും പറ്റിയത് പറ്റി. തൽക്കാലം അവളോട് പറയണ്ട. പറ്റിയതും കിട്ടിയതും പറയണ്ട. രാവിലെ കോശി വീശി തുടങ്ങിയോ? രാവും പകലൊക്കെ ഉണ്ടാക്കണ സൂര്യനും ചന്ദ്രനും അല്ലേ? കോശി വീശു കോശി. വീണ വേദന കാരണം ഞാൻ വീണ വായന എന്ന് കേട്ടിട്ടുണ്ട്. വീണ വേദന എന്ന് ഞാൻ ആദ്യമായിട്ട് കേൾക്കുക. വസന്തിക്ക് ഇഷ്ടായില്ലെന്ന് തോന്നുന്നു. അതിന് ഞാൻ വസന്തിക്ക് ഇത് കൊടുത്തില്ലല്ലോ. അതല്ല, ഞാൻ ഇങ്ങനത്തെ ഒരു ചീപ്പ് സെറ്റപ്പിൽ ഇരിക്കുന്നത് ആ കുട്ടിക്ക് ഒരു അപ്പൊ എന്റെ കാര്യോ? വസന്തിക്ക് ഞാൻ കോള കൊടുത്ത് കൂളാക്കാം. എനിക്കിപ്പം നിങ്ങളുടെ കീഴിൽ പണിയെടുക്കേണ്ട യാതൊരു കാര്യമില്ല. പിന്നെ എന്റെ കുടുംബം പട്ടിണിയെടുക്കണമെന്ന് വിചാരിച്ചിട്ടാ ഞാനിത് അടിക്കും. കോശി ലേശം ഓവറാ. ഞാൻ ഓവറൊന്നുമല്ല, ഒരു 6 റുപ്യ കഴിച്ചിട്ടുണ്ട്. വസന്തിക്ക് ഞാൻ കോള കൊടുത്തിട്ട് ഇപ്പൊ വരാം. മുഴുവൻ തീർത്ത് കളഞ്ഞേക്കല്ലേ. അപ്പൊ ഇത് ഞാൻ അടിക്കും. അങ്ങനെ കഴിക്കല്ലേ എന്റെ കോശി. വെറുതെ എന്തിനാ ഇങ്ങനെ ലിവർ കളയണേ? എന്താ അവിടെ ഒരു കലാപരിപാടി? അത് കുക്കിന് ചെറിയൊരു ട്രീറ്റ്. ഇത് വസന്തിക്ക് എന്താ കോള. ഭയങ്കര മേലുവേദന, ഞാനൊന്നും മയങ്ങട്ടെ. അപ്പൊ ഓക്കെ, ഗുഡ് നൈറ്റ്. ടെറസിന്റെ മുകളിലേക്ക് പോവല്ലേ? മുറ്റത്തേക്ക് ഇറങ്ങണ്ട. ഇതാ ഇത് വെച്ചോ, ആവശ്യം വരും. ഇതെന്താ യൂറിസ്റ്റ? എന്റെ മോലാളി, ഞാൻ ഈ ടെറസിലേക്കില്ല, വല്ല മറച്ചോട്ടിലും കിടന്നോളാം. അതാ നല്ലത്. ടെറസിന്റെ മുകളിൽ കിടന്നാലും രാവിലെ താഴെ ഉണ്ടാവും. അപ്പൊ പിന്നെ താഴെ കിടക്കുന്നല്ലേ നല്ലത്. ഞാൻ എവിടെയും കിടന്നോളാം. എന്നാലേ ഞാൻ ആ ടെറസിന്റെ മുകളിൽ കയറി പായ തലോനെ എടുക്കണ്ടേ? ഇതെന്ത്, ഇത് കോള മാത്രമേ ഉള്ളൂ? എടുത്തൊഴിച്ചൂടെ? ദേ ഇരിക്കുന്നു. ഇതെന്താ ഭൂമി കുലുക്കോ? വസന്തി ഇറങ്ങിയേ. വസന്തി, കോള മാറിപ്പോയടാ. ഓട്ടോ ഓട്ടോ, നേരെ ആ വണ്ടിയുടെ പുറകു വിട്ടോ. വേഗം പോ, വേഗം പോ. കറണ്ട് കമ്പി നോക്കണേ. വേഗം വിടറോ. അടുപ്പിക്ക് അടുപ്പിക്ക്. പിടിപോട്ടെ പിടിപോട്ടെ. പിടിച്ചിരുന്നോ? എന്റെ കിടപ്പാടം പോയേ. വേഗം വിട്, വേഗം വിട്. അയ്യോ, കോശിയല്ലേ ഇത്? ഈശ്വര, കോയമ്പത്തൂർ നോൺ സ്റ്റോപ്പ് ഫാസ്റ്റ് പാസഞ്ചർ. അയ്യോ, ഇത് ഇനി കോയമ്പത്തൂരിൽ നിർത്തൂ. പോയത് പോട്ടെ, നമുക്ക് നമ്മളെ വണ്ടി പിടിക്കാം. ഒന്ന് വേഗം വിടറോ. ഹലോ, സുന്ദര, നീ സുന്ദര.
അങ്ങോട്ട് പോണം. ഞാൻ ഇങ്ങോട്ടാ. കൊണ്ടുപോണം. ഏയ് നിർത്ത്. ഞാനാ ഉണ്ണി. അപ്പൊ പിന്നെ ഞാനാരാ? ഇത് ഞാനാ സുന്ദരൻ. ഇതെന്തേത്? ഞാനൊരു ബൈക്കിന്റെ പുറകെ കയറി ടാങ് ചെയ്ത് പോയില്ലേ, അതൊരു ചാണാക്കുഴിയിലേക്കായിരുന്നു. ഇതെന്താ മൂക്കിൽ പഞ്ഞി? ഇത് സ്മെല്ലടിക്കാണ്ടിരിക്കാനാ. നമ്മുടെ ബസ് എവിടെ? അയ്യോ, ചേട്ടാ നിന്നാ ചായ കുടിച്ചിട്ട് പോടാ പന്നി. എനിക്ക് ഡ്രൈവിംഗ് നല്ലോണം അറിയാൻ ഇപ്പൊ മനസ്സിലായില്ലേ? എന്റെ ജീവിതം നീ ഇപ്പൊ കളിച്ചത്. ഒരു നിമിഷം തെറ്റിയിരുന്നെങ്കിൽ എന്താ സംഭവിക്കാന്നറിയോ? ആരുടെങ്കിലും കൈയും കാലും പിടിച്ചൊന്ന് ജീവിക്കാന്ന് വെച്ചാ അവിടെ പോയിക്കോ എന്റെ മുമ്പിന്ന്. പോവാനല്ലേ പറഞ്ഞേ? നീ എന്താ ഈ കാണിച്ചത്? എന്തിനാ അതിനോട് പോവാൻ പറഞ്ഞേ? പിന്നെ ഞാൻ എന്താ ചെയ്യണ്ടേ? ശവം പോലും കിട്ടില്ലായിരുന്നു. അവൾ എന്താ ചെയ്തെന്ന് നീ കണ്ടല്ലേ? അതിനാണല്ലോ തല്ലിയത്. പിന്നെ പറഞ്ഞു വിടേണ്ട കാര്യം ഉണ്ടായിരുന്നോ? ഞാൻ തിരിച്ചു വിളിക്കാൻ പോവാ. ബസന്തി അവിടെ നിക്ക്. ഞാനാ വിളിക്കണത്. ഇല്ല, ഞാൻ ഇനി അങ്ങോട്ട് വരില്ല. അവനൊരു തമാശ പറഞ്ഞല്ലേ ഇങ്ങോട്ട് വരാൻ. വരില്ല, ഞാൻ ഇനി ഒരിക്കലും നിങ്ങളുടെ അടുത്തേക്ക് വരില്ല. അവളെവിടെ പോവാനാ? അടി കൊണ്ട് ദേഷ്യം തീരുന്നവരെ എവിടെയെങ്കിലും ചുറ്റി തിരിഞ്ഞിട്ട് എത്തിക്കോളും. നീ വണ്ടി കയറ്, കുളിച്ചിട്ട്. ജപ്തി ചെയ്യാനല്ല, ലോൺ സാങ്ഷൻ ആയ കാര്യം അറിയിക്കാനാ ഞാൻ വന്നത്. എത്ര രൂപ വേണം? 25,000, 50,000? ഇയാൾക്ക് ഇപ്പോഴാ ബോധോദിച്ച്. ജാരസന്തതിക്കത് നാട്ടി പാട്ടാവാതിരിക്കാൻ കോംപ്രമൈസിന് വന്നിരിക്കാം മൊട്ട. മിസ്റ്റർ കായമൾ, 50,000 അല്ല 1,00,000 രൂപ തന്നാലും ആ കുട്ടിയുടെ പിതൃത്വം ഏറ്റെടുക്കാതെ ഞങ്ങൾ ഒരു കോംപ്രമൈസിനും തയ്യാറല്ല. ഏത് കുട്ടിയുടെ? എന്ത് കോംപ്രമൈസ്? ഓർമ്മയില്ല? ഇല്ല. ഞാൻ വീണ്ടും ഒരു ക്ലൂ തരാം. കണ്ണടയുണ്ട്, മുടിയില്ല. ഞങ്ങളുടെ മുന്നിൽ നിൽപ്പുണ്ട്. ഇനി ഇത് പറഞ്ഞാണ്ടല്ലോ വീണ്ടും നീ വെച്ചേരും. അപ്പൊ ലോൺ തരാന്ന് പറഞ്ഞത് 5 ലക്ഷം ഉറുപ്പിയുടെ ബാങ്ക് ഗ്യാരണ്ടി ഇയാളുടെ പേരിൽ എന്റെ ബാങ്കിൽ വന്നുകൊണ്ട് 5 ലക്ഷം രൂപയാ എന്റെ പേരിലോ? സംഗതി സീക്രട്ട് ആയിട്ടാണ് എത്തിയതെങ്കിലും കോഡ് നമ്പർ വെച്ചെല്ലാം ഞാൻ തപ്പിപ്പിടിച്ചു. മിടുക്ക, എങ്ങനെ ഒപ്പിച്ചു ഈ പോണ്ടിച്ചേരി കണക്ഷൻ? ഞങ്ങൾക്കൊരു ചേരിയായിട്ട് കണക്ഷൻ ഒന്നുമില്ല. പിന്നെങ്ങനെയാ പോണ്ടിച്ചേരി ആഭ്യന്തരമന്ത്രി സന്താനത്തിന്റെ മകൾ ഗായത്രി ദേവിയുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് 5 ലക്ഷം ഉറുപ്പിയുടെ ഗ്യാരണ്ടി വന്നത്? മറ്റൊരു സ്പൈ വർക്കിലൂടെ ഒരു പെണ്ണ് ഈ വണ്ടിക്കകത്ത് നിങ്ങളോടൊപ്പം താമസമുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അത് ബസന്തി അല്ലേ? ഇവിടത്തെ ബസന്തി ആയിരിക്കും അവിടത്തെ ഗായത്രി. അവിടുത്തെ ഗായത്രി ആയിരിക്കും ഇവിടുത്തെ ബസന്തി ഓ, അല്ലേ? അപ്പൊ അവള് കള്ളപ്പേരില് കള്ള പേരിൽ തന്നെ നിൽക്കുകയാണെന്ന് വെച്ചോ. പോണ്ടിച്ചേരി മന്ത്രിയുടെ മകള് മലയാളം പറയൂ. ഓ എടോ, അവളുടെ അച്ഛൻ ആ മന്ത്രി ശരിക്കൊരു മലയാളിയാ. പണ്ടെങ്ങാണ്ടോ ഇവിടുന്ന് നാട് വിട്ടു പോയതാ. ഏതോ ഒരു ഒറ്റപ്പാലംകാരിയെയാണ് കല്യാണം കഴിച്ചിരിക്കുന്നതെന്നും ഞാൻ അറിഞ്ഞു. അതൊക്കെ പോട്ടറോ, ആ കുട്ടി എവിടെ? അവള് പോയി. ഇവിടെയും കൂടെ ഉള്ളൂ ഇനി തപ്പാൻ. വാ. ഇറങ്ങ ഇറങ്ങ. ബസന്തിയെ ബസന്തി ബസന്തി അവിടെ നിനക്കൊന്നും അമ്മയും പെങ്ങന്മാരും ഇല്ലടാ. ഇറങ്ങിയിരിക്കുന്ന തന്റെ മക്കളും ചെറ്റ പൊക്കാൻ തെണ്ടികള്. സാറിന് നേരത്തെ പരിചയമുണ്ടല്ലേ? എന്റെ ദൈവമേ, നീ എവിടെ പോയിട്ട് തപ്പും? സിറ്റി മുഴുവൻ കവർ ചെയ്ത് കഴിഞ്ഞു. ഇതവളാ. ഗായത്രി, ഗായത്ரி, நான் அச்சனா, எழுந்துக்கு. போப்பா, நான் வரமாட்டேன். ஒன்னு எனக்கு பார்க்க வேண்டாம். അങ്ങനെ പറയാതെ മോളെ, ഞാനല്ലേ വിളിക്കുന്നത്. ஆமா, நீ பெரிய மினிஸ்டர். அதுக்கு எனக்கு என்ன வந்துச்சு? எனக்கு ஒன்றும் இல்லை.
55-ാമത്തെ വയസ്സിൽ എനിക്ക് രാജയോഗം ഉണ്ടെന്ന് ജോത്സ്യം പറഞ്ഞത് വെറുതെ അല്ല. കോടികളുടെ ആസ്തിയുള്ള കുട്ടിയത്. പോണ്ടിച്ചേരി കമ്മത്താൻ തേവേഴ്സ് ബാങ്കിൽ വലിയൊരു ഡെപ്പോസിറ്റ് ഉണ്ട്. ആ കാശിന്റെ ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യിക്കണം. നിങ്ങൾ വിചാരിച്ചാൽ നടക്കും. ഞങ്ങളോ? മഹാലക്ഷ്മി ബാങ്കിന്റെ റീജിയണൽ മാനേജറായിട്ട് റിട്ടയർ ചെയ്യണമെന്നാണ് എന്റെ ആഗ്രഹം. അതല്ല സാർ ഞാൻ ആലോചിക്കുന്നത്. ആ. പോണ്ടിച്ചേരി ആഭ്യന്തരമന്ത്രിയുടെ മകള് എന്തിനാ എന്റെ വണ്ടിയിൽ വന്ന് കയറിയെന്ന് എനിക്ക് മനസ്സിലാവും. ഛേ, അതെന്തെങ്കിലും ആയിക്കോട്ടെ. കാശുള്ളവർ പലതും ചെയ്യും. ചിലര് വിമാനത്തിൽ ലോകം ഒട്ടാകെ ചുറ്റി നടക്കും. മറ്റു ചിലർ തണ്ടിപ്പിള്ളേരന്മാർ ഇതുപോലെ നടക്കും. അത് അവരൊരു ഹോബിയാ. കേരളം ഒട്ടാകെ മൊബൈൽ ഹെറിറ്റേജ് റെസ്റ്റോറന്റ്. അതല്ലേ നിങ്ങളുടെ സ്വപ്നം? നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കും. അവളുടെ അക്കൗണ്ട് എന്റെ ബാങ്കിലേക്ക് മാറ്റിയാൽ. അതൊന്നും വേണ്ട സാർ. വേണം സാർ. ഇനിയിപ്പോ ഈ കുട്ടിയെ ഞങ്ങളാണ് തട്ടിക്കൊണ്ടുവന്നതെന്ന് ആരെങ്കിലും പറഞ്ഞാൽ പിന്നെ അതായി, അതിന്റെ പ്രശ്നങ്ങളായി. അത് നമുക്ക് വഴിയുണ്ടാക്കാം. എന്ത് വഴി? ഫോട്ടോസ് ഒരിക്കലും കള്ളം പറയാറില്ല. ഒരു ക്യാമറ ഞാൻ അറേഞ്ച് ചെയ്ത് തരുന്നു. ആ കുട്ടി നിങ്ങളുടെ കൂടെ ഓടിച്ചാടി ഫ്രീ ആയിട്ട് നടക്കുന്ന ഫോട്ടോസ് നമ്മൾ എടുക്കും. പിന്നെ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ നമ്മൾ ബന്ദിയാക്കി തട്ടിക്കൊണ്ടുപോയതാണെന്ന്? പറ്റില്ല. അങ്ങനെ നിരുപദ്രവമായ മാർഗത്തിലൂടെ നമ്മൾ രണ്ടു കൂട്ടരും രക്ഷപ്പെടും. എന്നാലും ഇല്ല. എങ്കിൽ ഇനി വെച്ച് താമസിപ്പിക്കണ എന്തിനാ? നമുക്ക് ഇപ്പൊ തന്നെ വിളിച്ചെണിപ്പിച്ച് ചോദിച്ചാലോ? ഓ, ജന്മനാ വിടുത്തരെ പറയൂ പൂരിത്ത കട്ടവൻ. മന്ത്രിയുടെ മോളാണ് നമ്മൾ മനസ്സിലാക്കി എന്നറിഞ്ഞാൽ അവൾ അപ്പ സ്ഥലം വിടും. അത് ആരും അറിയാതിരിക്കാനാണല്ലോ അവള് കള്ളപ്പേരി നടക്കുന്നത്. അല്ല പിന്നെങ്ങനെ അപ്പാ ഈ ആദ്യം അവളെ വളച്ചെടുത്ത് നമ്മുടെ ആളാണ്. വളയ്ക്കാന്നൊക്കെ പറഞ്ഞാൽ വളരെ ചീപ്പായി. ഓ, ഞാനിത് മറ്റേ അർത്ഥത്തിൽ പറഞ്ഞതല്ല. നമ്മൾ നല്ലവരാണ്, വിശ്വസിക്കാൻ കൊള്ളാവുന്നവരാണ് എന്നാ കുട്ടിയെ വിശ്വസിപ്പിക്കണം. അവിടെയാണ് മിടുക്ക്. പിന്നെ നമ്മൾ അവളെ മനസ്സിലാക്കി എന്നറിഞ്ഞാലും ആ കുട്ടിക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അപ്പൊ ഇത് കൊറേ നാളെടുക്കും. എടുക്കണം. ബുദ്ധി ഉപയോഗിച്ച് വളരെ പ്ലാനിങ്ങോട് കൂടി വേണം മുന്നോട്ട് പോവാൻ. ഓ, കോടികളുടെ മുതലാണ് വെറും തറയെ കിടക്കുന്നത്. ചപ്പാത്തി ആൻഡ് മട്ടൻ ചാപ്സ് ഫ്രം ഹോട്ടൽ സെന്റ് സേവ്യം. അപ്പം ആൻഡ് ഫിഷ് കറി ഫ്രം ഹോട്ടൽ സെന്റ് നാരായണ. വെറും നാരായണ. എനിക്കൊന്നും വേണ്ട. മാംസാഹാരങ്ങൾ എടുത്ത് മാറ്റൂ. ദാ നോക്കൂ. ആപ്പിൾ, ഗ്രേപ്പ്, ജിലേബി, ലഡു, കേക്ക്, ബട്ടർ കേക്ക്, ഹലുവ, കപ്പ് കേക്ക്, റോസ് മിൽക്ക്, നാപ്കിൻ ആൻഡ് സ്ട്രോ ഫ്രം സിലാം ബേക്ക് ഹൗസ്. ഒന്നും വേണ്ടെന്ന് പറഞ്ഞില്ലേ? എനിക്ക് ഇപ്പൊ അറിയണം. എന്നെ ഈ വണ്ടി കയറ്റി കിടത്തിയതാരാ? ഞാനാ. രാത്രി വഴി കിടന്ന് പനി പിടിക്കണ്ടെന്ന് എഴുതി. അല്ല സ്നേഹം കൊണ്ട്. വേണ്ട, എന്നോട് ആരും ഒരു സ്നേഹവും കാട്ടണ്ട. എനിക്കറിയാം നിങ്ങൾക്ക് ആർക്കും ഒരു ആത്മാർത്ഥത ഇല്ലെന്ന്. ഇല്ലെങ്കിൽ എന്നെ തല്ലുമായിരുന്നോ? ഞാൻ പോവുക.